സംഷാദ്, നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ടൗൺഷിപ്പ് എന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. 2 മണിക്കൂർ നീണ്ട മന്ത്രിസഭാ യോഗം അതിൽ തീരുമാനമെടുക്കുകയും ഇന്ന് മുഖ്യമന്ത്രി അത് വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇവിടെ സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ചില അതിൻ്റെ അളവ് സംബന്ധിച്ചുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒരു പക്ഷേ കൂടുതൽ ചർച്ചകൾ സാധ്യമാകുമായിരിക്കും, അതിനുള്ള വഴി തേടുമായിരിക്കും. നാളെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ അവിടെ എത്തുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ നെഗോഷിയേഷൻസ് അതിൽ ഉണ്ടാകുമായിരിക്കും. എന്താണ് നിങ്ങൾ അത് ഒഴിച്ച് നോക്കിക്കാണുന്നത്? ടൗൺഷിപ്പ് എന്ന പ്രഖ്യാപനം വൈകുന്നു എന്നതുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ നേരത്തെ സർക്കാരിനെതിരെ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രതിപക്ഷം. ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗത പോരാ എന്നൊരാരോപണം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഈ പ്രഖ്യാപനം വരുമ്പോൾ ഇനി കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആദ്യം മൻസൂർ സമരസമിതിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമ്മളും ആ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ആളുകൾ നമ്മളോട് സംസാരിക്കുന്നത്. കാരണം നെടുമ്പാല എസ്റ്റേറ്റിൽ 10 സെന്റും എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റും എന്നുള്ളത് അവർക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് സർക്കാർ സംവിധാനങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ഇനിയും ചർച്ചകൾക്ക് സാധ്യതകളുണ്ട്. ആ ചർച്ചകൾ വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകട്ടെ. നമ്മൾ എല്ലാവരും ആത്യന്തികമായി പ്രവർത്തിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടെ പുനരധിവാസം ഏറ്റവും ആത്മാർത്ഥമായി, സുതാര്യമായി, മാതൃകാപരമായി നടത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇതിന്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എന്ന് പറയുന്നതിന്റെ പരിഗണന കൊടുക്കേണ്ടത് ദുരന്തത്തെ അതിജീവിച്ചു വന്നവർക്ക് തന്നെയാണ്. അവരുടെ അഭിപ്രായത്തിനാണ് നമ്മൾ കൂടുതൽ വില കൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അവരുമായുള്ള ചർച്ചകളിൽ അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടട്ടെ. പരമാവധി അത് എനിക്ക് തോന്നുന്നത് മുട്ടിൽ വെച്ച് നടന്ന ചീഫ് സെക്രട്ടറി ശ്രീ വേണുയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ അവരുടെ ആവശ്യം എന്നുള്ള രീതിയിൽ 15 സെന്റ് സ്ഥലമെങ്കിലും മിനിമം ആവശ്യമുണ്ട് എന്നുള്ള അവരുടെ ഒരു കാര്യം അറിയിച്ചത്. അതിന് അനുകൂലമായി ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും ചർച്ചയുടെ ഭാഗമായി പരിഗണിക്കാമെന്നും പറയുകയുണ്ടായി. പക്ഷെ അത് ഇപ്പോൾ വന്നപ്പോൾ 10 സെന്റ് എന്നുള്ളത് നെടുമ്പാലയിലും 5 സെന്റ് എന്ന് എൽസ്റ്റണിലും ഉള്ളത്. അതാണ് അവരുടെ ഒരാശങ്ക എന്ന് പറയുന്നത്. ഇനി താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ പുനരധിവാസം വൈകുന്നു എന്നുള്ള ആക്ഷേപം. ഇന്ന് 5 മാസം പൂർത്തിയായിരിക്കുന്നു. പുനരധിവാസത്തിന്റെ DPR അല്ലെങ്കിൽ ഒരു 3D ചിത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചത്. വളരെ മനോഹരമായ, കാണാൻ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ വിഷ്വലൈസേഷൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ വിഷ്വലൈസേഷൻ ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ ഇനി ഈ മാസം 25-ാം തീയതിയാണ് അടുത്ത ഗുണഭോക്താക്കളുടെ പട്ടിക, ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച പട്ടിക തെറ്റ് തിരുത്തി രണ്ടാമത് പ്രഖ്യാപിക്കുന്നത് ഈ ജനുവരി 25-നാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ആക്ഷേപം സ്വീകരിക്കുക എന്ന് പറയുന്നത് 15 ദിവസം. അപ്പോൾ ഏകദേശം ഫെബ്രുവരി പകുതിയോടുകൂടി ഗുണഭോക്തൃ പട്ടിക വരും എന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുകൾ ഇനി ആവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ സർക്കാരിന്റെ സമയനിഷ്ഠ എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്, എത്ര കാലം കൊണ്ട് നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളത് മുണ്ടക്കൈക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യമാണ്. അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ളതും അത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഇവർ വാടക വീടുകളിൽ പല സ്ഥലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ജില്ലയുടെ പല മേഖലകളിൽ താമസിക്കുകയാണ്. ഇവർ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. താങ്കൾ നേരത്തെ മൻസൂറിനോട് ചോദിച്ചൊരു ചോദ്യം ഉപജീവനവുമായി ബന്ധപ്പെട്ടാണ്. ആ ഉപജീവനത്തിന് ബന്ധപ്പെട്ട് ഈ പദ്ധതിയിൽ എന്താണ് സർക്കാർ നൽകുന്ന വിശദീകരണം എന്നുള്ളതാണ്. കാരണം അവിടെ ഉപജീവനം നടത്തിയിരുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന പല മേഖലകളിലാണ്. അവർ നല്ല കർഷക മേഖലയാണ്, കാർഷിക മേഖല, പ്രത്യേകിച്ച് ഏലകൃഷി അടക്കമുള്ള അവരുടെ കാർഷിക ഭൂമി മുഴുവനായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഉപജീവന മാർഗം നമ്മൾ എങ്ങനെയാണ് തിരിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നത്? 2, അവിടുത്തെ ചെറുപ്പക്കാർ അധികവും ജീപ്പ് ഡ്രൈവർമാരാണ്, ഓഫ് റോഡ് ഡ്രൈവേഴ്സ് ആയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇതുവരെ സർക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഈ പുനരധിവാസ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് വീടുണ്ട്, മറ്റുള്ള കളിസ്ഥലം, പ്രൈമറി ഹെൽത്ത് സെന്റർ, അംഗൻവാടി, പബ്ലിക് സ്പേസുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വീടിന്റെ പുനരധിവാസത്തിന്റെ ഭാഗമാണ്. അതിലെ ആക്ഷേപം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. 2, ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു ടൗൺഷിപ്പിനകത്ത് വാടക മുറി കൊടുക്കുക എന്നുള്ളത് മാത്രമാവരുത്. കാരണം 55 ആളുകളാണ് അവിടെ വാടകയ്ക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിയോ ജീവിച്ച വ്യാപാരികൾ ഉണ്ടായിരുന്നത്. 96 പേർക്ക് നഷ്ടം വന്ന വ്യാപാരികൾ, പൂർണ്ണമായി തകർന്നത് 55. ബാക്കിയുള്ള ആളുകളുടെ ഉപജീവന മാർഗത്തിന് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് സർക്കാർ വ്യക്തമാക്കണം.
കാരണം അത് വിവിധ രീതിയിലാണ്. കൃഷിഭൂമിയിൽ നഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് എങ്ങനെയാണ് നമ്മൾ കോമ്പൻസേഷൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ജീപ്പ് നഷ്ടപ്പെട്ട ആളുകൾ, ഓട്ടോറിക്ഷകൾ നഷ്ടപ്പെട്ട ആളുകൾ, മറ്റു വരുമാന മാർഗം നഷ്ടപ്പെട്ട ആളുകൾ, അവിടെ മില്ല് തകർന്നു പോയ ആളുകൾ, അങ്ങനെ പല ആളുകളുണ്ട്. അവരുടെ ഉപജീവന മാർഗത്തിന്റെ പുനരധിവാസ പ്ലാൻ എന്താണ്? ഇത് വീടിന്റെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഇവരുടെ ഉപജീവന മാർഗത്തിന്റെ പ്ലാൻ എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണം. കാരണം ഈ സമയം വരെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പദ്ധതിയും മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് നൽകിയിട്ടില്ല. അപ്പോൾ സുമനസ്സുകളായ കുറെ ആളുകൾ ചേർന്ന് ഇവർക്ക് വാഹനങ്ങൾ നൽകുകയും താൽക്കാലികമായി ശ്രീ ഷംസോദ് മരക്കാർ, ഉപജീവനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ദുരന്തബാധിത കുടുംബങ്ങളിലെ അന്തിമ ലിസ്റ്റ് പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഉപജീവന മാർഗം ഒരുക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ സർവേ നടത്തി 10, 11, 12 വാർഡുകളിൽ പെടുന്ന 4658 പേർ അടങ്ങുന്ന 1084 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ മൈക്രോ പ്ലാൻ സർവേ തയ്യാറാക്കിയത്. ഇതിൽ 79 പേർ മൃഗസംരക്ഷണ മേഖല തെരഞ്ഞെടുത്തു, 192 പേർ കാർഷിക മേഖല, 1034 പേർ സൂക്ഷ്മ സംരംഭങ്ങൾ, 585 പേർ മറ്റു വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുത്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനൊരു ലക്ഷ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അവരുടെ തന്നെ ഇഷ്ടം എന്താണ് എന്നറിഞ്ഞ് അതിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയാണ്. അതിനൊക്കെ സമയമെടുക്കും. എന്തായാലും അക്കാര്യങ്ങളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി എന്നത് ഒരു പ്രശ്നമായി വരേണ്ടതുണ്ടോ? നമുക്കറിയാം, പല നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ഓരോ ദുരന്തവും അത് എല്ലാവരുടെയും വേദനയാണ്, അതിനെ ഒരുപോലെ തന്നെ കാണേണ്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും വയനാട് ദുരന്തത്തിന് അതിതീവ്ര ദുരന്തമായി തന്നെ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും ഇളവുകൾ ചെയ്യുന്നുണ്ട്. ലൈഫ് മിഷനിൽ വെക്കുന്ന വീട് മാതൃകയിലല്ലല്ലോ നമ്മൾ ഈ വീട് അനുവദിക്കുന്നത്. ഈ ടൗൺഷിപ്പിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ളവർക്ക് 15 ലക്ഷം രൂപ നൽകുമെന്നത് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. സാധാരണ അതിൽ 10 ലക്ഷം മാത്രം നൽകാനാണ് അനുമതിയുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷൻ, അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്നല്ല, അങ്ങനെയുള്ള ഒരു സമീപനം സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്നില്ല. അത് കാണാതിരിക്കേണ്ടതുണ്ടോ? താങ്കൾ മൈക്രോ പ്ലാൻ കണ്ടായിരുന്നോ? എന്റെ അങ്കർ എന്ന രീതിയിൽ താങ്കൾ ആ മൈക്രോ പ്ലാൻ കണ്ടിരുന്നോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല താങ്കൾ അത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ആ മൈക്രോ ഇന്ന് പറഞ്ഞത്, ഞാൻ പ്ലാൻ കണ്ടു എന്നല്ല, മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്, വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച കാര്യമാണ് പറഞ്ഞത്. ശരി ശരി. ഈ 4000 ചില്ലറ ആളുകൾക്ക് അവിടെ എത്ര പേര് നാളിതുവരെ ക്ഷീരകർഷകരായി ഉണ്ടായിരുന്നു എന്നും അവരുടെ ഉപജീവന മാർഗം എന്താണ് എന്നുള്ളത് ആ മൈക്രോ പ്ലാനിൽ ഇല്ല. 1. 2, ആ മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത് ഇനി അവിടെയുള്ള ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം, അവരുടെ ഒരു നഷ്ടമുണ്ട് അവിടെ. അവരുടെ നഷ്ടം എന്ന് പറയുന്നത്, ഞാൻ കണക്ക് പറഞ്ഞല്ലോ, 96 വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നുപോയി, 55 എണ്ണം പൂർണ്ണമായി തകർന്നുപോയി. ആ ആളുകൾ എന്ത് ചെയ്യണം? അവർ മൈക്രോ പ്ലാനിൽ ഞങ്ങൾ ക്ഷീരകർഷകരാവാന്ന് പറഞ്ഞിട്ടില്ല. 1. അവിടെ നിലവിൽ ഇനി ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ ക്ഷീരമേഖലയിലേക്ക് വരാൻ പറഞ്ഞു. ചില സ്ത്രീകളായ ആളുകൾ തയ്യൽ തൊഴിലാളികളാവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ വലിയ നഷ്ടം സംഭവിച്ച ആളുകളുണ്ട്, വ്യാപാരികളുണ്ട്, കർഷകരുണ്ട്, ക്ഷീര കർഷകരുണ്ട്. ഇവരുടെ ഉപജീവന മാർഗം തിരിച്ചു നൽകുന്നു. ഇനി താങ്കൾ നേരത്തെ പറഞ്ഞ മൈക്രോ പ്ലാനകത്ത് എന്താ ജീപ്പ് എന്ന് പറയുന്ന വസ്തു കാണാത്തത്? ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപജീവന മാർഗം നടത്തിയിരുന്നത് ഓഫ് റോഡ് റൈഡേഴ്സ് ആയിട്ടാണ്. 10ഓളം ചെറുപ്പക്കാർക്ക് ഇപ്പൊ ജീപ്പ് അവിടെ ലഭിച്ചു. ആ ജീപ്പ് ലഭിച്ചത് എങ്ങനെയാ? ഓരോ ആളുകൾ സഹായമായി നൽകിയത് കൊണ്ടാണ്. സർക്കാർ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇനി ആ ലിസ്റ്റ് സർക്കാരിന് കണ്ടെത്തുക എളുപ്പമല്ലേ? ആ ലിസ്റ്റ് സർക്കാരിന് കണ്ടെത്തുക എന്ന് പറയുന്നത് ദുരന്തബാധിതരുടെ ലിസ്റ്റിനേക്കാൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കാരണം അതിന് ടാക്സ് അടച്ച, ഓടുന്ന, രജിസ്റ്റേർഡ് ആയ വാഹനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ. ഇതിന് 6 മാസം കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. 1. ഇനി താങ്കൾ പറഞ്ഞതുപോലെ 10 ലക്ഷം എന്നുള്ളത് 15 ലക്ഷമാക്കി. ഞാനതില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഭൂമിയുടെ അളവിൽ എന്തിനാണ് താങ്കൾ ഒരു വേരിയേഷൻ? ഒരു ചെറിയ സ്ഥലം, ഇപ്പൊ 5 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു പ്രതിസന്ധി എന്താണ്? അതിന് അവർക്കൊരു മിനിമം ഒരു സ്പേസ് എങ്കിലും കിട്ടണ്ടേ ആ വീടിന് ചുറ്റും? ആ ഒരു സ്പേസ് ആണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ അവർക്ക് അവരുടെ നഷ്ടം വെച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കാരണം 50 ലക്ഷത്തിന്റെയും 80 ലക്ഷത്തിന്റെയും വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർ അത് ചോദിച്ചിട്ടില്ലല്ലോ. അവർ ചോദിച്ചത് ആ മിനിമം സ്പേസ് ആണ് അവർ ചോദിക്കുന്നത്. ആ സ്പേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കുക എന്നുള്ള, അത് നമുക്ക് ചർച്ച നടത്താവുന്ന കാര്യമേ ഉള്ളൂ. ശരി ശരി, ചർച്ചയാണ് വേണ്ടത്.